ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാം. നമ്മൾ ബൊക്കെ ബ്ലാങ്കറ്റ് ചെയ്യില്ലേ, കോസ്റ്റർ. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന നോർമൽ ഫ്ലവറാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് 7 ചെയിൻ ചെയ്യണം. നമ്മൾ ടെയിലെൻഡ് കുറച്ച് കൂട്ടിയെടുക്കണം, അപ്പോഴേ നമുക്ക് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ 7 ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇതാദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് സെയിം നമ്മൾ അവിടെ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യണം. ഇതിന് മുമ്പ് ഞാനൊരു ബൊക്കെ ബ്ലാങ്കറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് കുറച്ച് പേര് ട്യൂട്ടോറിയൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ വന്ന കാരണം അപ്ലോഡ് ആയിട്ടില്ല. അപ്പോൾ നാളെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോളാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ എല്ലാ ചെയിനിലും 7 ചെയിൻ ചെയ്തതിൽ എല്ലാ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമ്മളൊരു ചെയിൻ ചെയ്തിട്ട് അത്യാവശ്യം നീളത്തിൽ തന്നെ ഒരു ടെയിൽ എൻഡ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇത് കോസ്റ്ററിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ആവശ്യം വരും. അപ്പോൾ നമ്മൾ വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇതൊരു ചുരുണ്ട രീതിയിലാവും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മളതൊന്നും കൂടെ പ്രോപ്പറായിട്ട് ചുരുട്ടുക. എന്നിട്ട് നമ്മൾ ആ എൻഡിൽ നമ്മളൊരു നീഡിൽ വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചുരുട്ടിയത് അഴിഞ്ഞു പോരില്ലേ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്തൂടെ എല്ലാ ലെയറിൻ്റെ അകത്തൂടെ വരുന്ന രീതിക്ക് എടുത്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പോൾ ദാ ഈ ഫ്ലവർ ചെയ്യാൻ നമുക്ക് ഇത്ര പണിയുള്ളൂ. നല്ല എളുപ്പമായിട്ട് ബിഗിനേഴ്സിനൂടെ ചെയ്യാൻ പറ്റും. കുറേ പേർക്ക് ഇപ്പോൾ ക്രോഷ്യ വീഡിയോസൊക്കെ ചെയ്തിട്ട് നല്ല റീച്ച് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. ഞാനും കാണാറുണ്ട് അങ്ങനെ. പക്ഷേ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ട്യൂട്ടോറിയൽസ് ഇട്ടിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തിട്ട് കൂടെ സപ്പോർട്ട് ചെയ്യുക.